3 വർഷങ്ങൾക്ക് മുമ്പ് വരെ തെന്നിന്ത്യൻ സിനിമയിലെ മുൻനിര താരങ്ങളിൽ ഒരാളായി മാത്രം കണക്കാക്കപ്പെട്ടിരുന്ന നടനാണ് അല്ലു അർജുൻ. എന്നാൽ സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ എന്ന ചിത്രം അല്ലു അർജുന്റെ കരിയർ തന്നെ മാറ്റിമറിക്കുകയായിരുന്നു. ഈ ചിത്രത്തിന്റെ അപ്രതീക്ഷിത വിജയം അല്ലുവിനെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു. അവിടെ നിന്ന് പുഷ്പ രണ്ടാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അല്ലു അർജുൻ താരപദവി കൊണ്ടും സമ്പത്ത് കൊണ്ടും മറ്റൊരാളായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അല്ലുവിന്റെ ഇന്ത്യ മുഴുവൻ കാത്തിരുന്ന ചിത്രമായ പുഷ്പ രണ്ടാം ഭാഗം റിലീസ് ചെയ്തത്. ഒട്ടേറെ ചിത്രങ്ങൾ ത്യജിച്ചുകൊണ്ട് അല്ലു കാത്തിരുന്ന സിനിമയാണ് പുഷ്പ 2. താരത്തിന്റെ കരിയറിൽ വലിയൊരു നാഴികക്കല്ലാവുമെന്ന് കരുതപ്പെടുന്ന ഈ ചിത്രം വലിയ പ്രേക്ഷക പ്രശംസ ഏറ്റുവാങ്ങി തിയേറ്ററുകളിൽ നിറഞ്ഞാടുകയും ചെയ്യുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലു അർജുന്റെ കരിയറിനെ 2 ഘട്ടമായി തരംതിരിക്കാം. പുഷ്പയ്ക്ക് മുമ്പും അതിനുശേഷവും. തെലുങ്ക് സിനിമയിലെ അറിയപ്പെടുന്ന കുടുംബത്തിൽ ജനിച്ച അല്ലു അർജുൻ തന്റെ കഠിനാധ്വാനം ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് കാണുന്ന ഉയരങ്ങൾ കീഴടക്കിയത്. കരിയറിന്റെ തുടക്കകാലത്ത് തന്നെ അന്യഭാഷകളിൽ, പ്രത്യേകിച്ച് മലയാളി പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയെടുത്ത സ്വീകാര്യത ഇന്നും പല നടന്മാർക്കും അന്യമാണ്. താരത്തിന്റെ സമ്പാദ്യത്തിലും ഇക്കാലയളവിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ വന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം പുഷ്പ രണ്ടാം ഭാഗത്തിനു വേണ്ടി 300 കോടി രൂപയോളമാണ് അല്ലു അർജുൻ പ്രതിഫലമായി കൈപ്പറ്റിയിരിക്കുന്നത്. ഇതോടെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിഫലമെന്ന റെക്കോർഡാണ് മലയാളികൾ സ്നേഹത്തോടെ മല്ലു അർജുൻ എന്ന് വിളിക്കുന്ന താരം സ്വന്തം പേരിലാക്കിയിരിക്കുന്നത്. ദളപതി 69 എന്ന ചിത്രത്തിനു വേണ്ടി 275 കോടി രൂപ കൈപ്പറ്റിയ നടൻ വിജയുടെ റെക്കോർഡാണ് ഇതോടെ അല്ലു മറികടന്നിരിക്കുന്നത്. ഇതോടെ ചിത്രത്തിന്റെ ബജറ്റിലും കുതിച്ചുചാട്ടമുണ്ടായി. ഏകദേശം 500 കോടി രൂപയോളമാണ് പുഷ്പ രണ്ടാം ഭാഗത്തിന് ചെലവായത് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇതൊന്നും ഒഫീഷ്യൽ കണക്കുകളല്ല. അടുത്ത കാലത്തായി ഇറങ്ങിയ ഏറ്റവും ചിലവേറിയ ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് പുഷ്പ. സിനിമാ പ്രതിഫലത്തിന് പുറമെ അല്ലു അർജുൻ ഒരു ജനപ്രിയ അമേരിക്കൻ സ്പോർട്സ് ബാറും റെസ്റ്റോറൻറ്റും ഹൈദരാബാദിൽ സ്വന്തമായിട്ടുണ്ട്. ഇതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും താരത്തിന്റെ ആസ്തി ഉയർത്തുന്നതിൽ ഗണ്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം അല്ലു അർജുന്റെ ആസ്തി 460 കോടിക്ക് മുകളിലാണ്. പരസ്യങ്ങളിൽ അഭിനയിക്കാൻ കുറഞ്ഞത് 7 കോടി വരെയാണ് അല്ലു ഈടാക്കുന്നത്. താരത്തിന്റെ പേരിൽ ഒരു പ്രൈവറ്റ് ജെറ്റും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. അല്ലു അർജുന് വളരെ വലിയ കാർ കളക്ഷൻ തന്നെ തന്റെ ഗ്യാരേജിലുണ്ട്. റോൾസ് റോയ്സ് മുതൽ ഹമ്മർ, ജാഗ്വർ, റേഞ്ച് റോവർ, വോൾവോ എന്നിങ്ങനെ മുൻനിര ബ്രാൻഡുകളുടെ ലക്ഷറി കാറുകൾ തന്നെയാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്.